ഒരു പെൺകുട്ടി ടോയ്ലറ്റിൽ പ്രസവിച്ച കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വാർത്ത മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചതാണ്. അതിൽ കുഞ്ഞിൻ്റെ ചിത്രവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും വലിയ രീതിയിൽ വലിയ കമൻറ്റുകളൊക്കെ വന്നു. എന്തുകൊണ്ടാണ് ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ 9 മാസക്കാലമായി ആ പെൺകുട്ടി എങ്ങനെയായിരുന്നു ഓരോ നിമിഷവും തള്ളി നീക്കിയതെന്ന് ഒരാളും ചർച്ച ചെയ്ത് കണ്ടില്ല. അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണക്കാരിൽ ഒരാൾ ഞാനും നിങ്ങളും എല്ലാവരും തന്നെയാണ്. അത്തരമൊരു സാമൂഹ്യ സാഹചര്യമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടെന്നാൽ അവൾ മാത്രം ചോദ്യം ചെയ്യപ്പെടുകയും അവൾ മാത്രം ഉത്തരം കണ്ടെത്തേണ്ടതും അവൾ മാത്രം ഉത്തരവാദിത്തം വഹിക്കേണ്ടതും ഒന്നായ പ്രവൃത്തിയായിട്ട് ആണ് എല്ലാ കാലത്തും ഇതിനെ കാണുന്നത്. വിവാഹിതയാകാതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു പോയാൽ അവൾ കടന്നു പോകേണ്ടുന്ന അഗ്നിപരീക്ഷകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൻ്റെ ചുറ്റും സദാചാരക്കാരുടെ വലിയ കൊത്തളങ്ങൾക്കുള്ളിൽ വലിയൊരു ഗ്യാസ് ചേമ്പറിനുള്ളിൽ എന്ന പോലെയാണ് ഓരോ പെൺകുട്ടിയും കഴിഞ്ഞു വരുന്നത്. അപ്പോൾ നാളെ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ ഇരുന്നാൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന പീഡന പർവ്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടാവില്ല അവൾക്ക്. അവൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളായി അനുഭവിക്കുന്ന ഹോളോകോസ്റ്റ് പോലെ ആയിരുന്നിരിക്കണം അവളുടെ ജീവിതം. അത്തരത്തിൽ അങ്ങേയറ്റം ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ പിടിച്ചുലയ്ക്കുന്ന നീറി പുകഞ്ഞുകൊണ്ടായിരിക്കും ഓരോ നിമിഷവും. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാൻ ഉള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല പെൺകുട്ടിക്ക്. അതുകൊണ്ടാണ് അവൾ അത് ചെയ്യാത്തത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പാട്രിയാർക്കൽ സമൂഹം നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നതും പറഞ്ഞു തന്നിരിക്കുന്നതും സദാചാര മൂല്യങ്ങൾ തെറ്റിയാൽ അപ്പം തന്നെ ആത്മഹത്യ ചെയ്തേക്കുക, അല്ലെങ്കിൽ പിന്നെ നീ ജീവിക്കാൻ അർഹയല്ലെന്നാണ്. അപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പിന്നെ അവൾക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ആ കുഞ്ഞില്ലാതാവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു ഒരു കുഞ്ഞ് ജനിച്ചു പോയാൽ കുടുംബത്തിലുള്ളവർ, മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അയൽക്കാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, ഇങ്ങനെ ഒരു വലിയ സമൂഹം ഇങ്ങനെ അവളെ പിച്ച് ചീന്താൻ മുൻപിൽ നിൽക്കുകയാണെന്നുള്ള എല്ലാ ചിന്തയോടും കൂടി ആയിരിക്കണം അവൾ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്ന് ഒരാൾ പോലും ചിന്തിച്ചോ സംസാരിച്ചോ കണ്ടില്ല. അതല്ലേ യാഥാർത്ഥ്യം? ആരാണ് പെർപിട്രേറ്റർ എന്ന് എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുമോ? ആരെങ്കിലും തിരക്കുമോ? എന്തിനേറെ ഒരു പീഡകനുണ്ടെങ്കിൽ അയാളെ വെളുപ്പിക്കാൻ ഇൻ്റർവ്യൂ നടത്തുന്ന നാടാണ് നമ്മുടേത്. ഒന്നും വേണ്ട, നമുക്ക് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ വീണ്ടും തെരുവോരങ്ങളിൽ ആക്ഷേപിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ വല്ലാതെ അപഹസിക്കുന്നു എന്ന് ഒരു ഭരണാധികാരിയോട് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഇതൊക്കെ സാധാരണമായി എല്ലായിടവും നടക്കുന്നതല്ലേ എന്ന് കൈമലർത്തുന്ന ഭരണാധികാരികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ പെൺകുട്ടി, അവിവാഹിതയായ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക? സ്വാഭാവികമായും അവൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ ഒരു പെൺകുഞ്ഞും ഞാൻ വിശ്വസിക്കുന്നില്ല സെക്ഷൽ അർജ് കൊണ്ട് അവൾ ഒരാളെ സമീപിക്കുമെന്ന്. സ്വാഭാവികമായി പ്രണയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ടുപോയതാവാമെന്നുള്ളതാണ്. വിധേയപ്പെട്ടു പോയതോ അല്ലെങ്കിൽ അവളെ ദുരുപയോഗം ചെയ്തതോ ആകാം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് അവൾക്ക് മാത്രം ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ചിലരുണ്ട്. അത്തരം മനുഷ്യർ ഇവിടെ ആരുടെയും മുന്നിൽ പ്രതികളാകുന്നില്ല. ആർക്കും അവരെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. അവർ ഈ ഒരു മനോവ്യഥയും അനുഭവിക്കേണ്ടതുമില്ല. അവരെ ന്യായീകരിക്കാൻ 1000 പേർ നാലാവഴിക്ക് നിന്നും വരും. അതാണ് നമ്മുടെ സമൂഹം. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുതെന്ന് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാത്രമേ നമുക്കിനി ഒരു പരിഷ്കൃത സമൂഹമായി മാറാൻ കഴിയൂ. ആ പരിഷ്കൃത സമൂഹത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം. പ്രോപ്പറായ ആരോഗ്യകരമായ ലൈംഗിക വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ ചെറിയ ക്ലാസ്സുകൾ മുതൽ നൽകിക്കൊണ്ട് വേണം ഓരോ കുഞ്ഞിനെയും ഇനി നമുക്ക് രൂപപ്പെടുത്താൻ. അവരെ മോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതുണ്ടാവണം. അത്തരം അവയർനെസ് അവർക്ക് നൽകിക്കൊണ്ട് വേണം മുമ്പോട്ട് നമ്മുടെ പാഠ്യപദ്ധതി അടക്കം പരിഷ്കരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാൻ. അത്തരം കാര്യങ്ങൾ പറയുന്നവരെ വലിയ രീതിയിൽ ആക്രമിക്കുമെന്നറിയാം. എന്നാൽ പോലും ഇത്തരം സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ ആണോ ആവർത്തിക്കപ്പെടുന്നത്?
അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ കേവലം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഏതെങ്കിലും 1 മണിക്കൂറത്തെ ഒരു ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടി പല സ്കൂളുകളിലും ഒക്കെ ഞാൻ ക്ലാസ് എടുക്കാറൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടൊന്നും ഇത് പര്യാപ്തമാവുകയില്ല. ചെറിയ ക്ലാസ് മുതൽ കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയായ അത്തരം ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ പ്രതിരോധിക്കണമെന്നും എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടേണ്ടതെന്നുമുള്ള കൃത്യമായ അവബോധം കുട്ടികളിലേക്ക് ഉണ്ടാക്കുവാനും അത് സഹായിക്കും. നമുക്ക് കേരളം എന്ന ഭൂമികയെ അങ്ങേയറ്റം പരിഷ്കൃത സമൂഹമായി എല്ലായിടവും അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് നമ്മുടെ പുതിയ തലമുറയെ അങ്ങേയറ്റം നല്ല രീതിയിൽ നയിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.